കർഷകരാണ് യഥാർത്ഥ രാഷ്ട്ര സേവകരെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി സംഘടിപ്പിച്ച വിത്തും കൈക്കൊട്ടും കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാർഷികോൽപ്പന്ന പ്രദർശന വിപണന മേളയും ശ്രദ്ധേയമായി. കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം ചെറുകിട കർഷകരുടെ ജീവിതം ദുഷ്കരമാക്കുന്നുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കർഷകർ മറ്റു തൊഴിൽ മേഖലകളിലേക്ക് മാറുന്ന സ്ഥിതിയാണുള്ളത്. കാർഷിക മേഖലയെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് രാഷ്ട്രീയത്തിനതീതമായ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്നും കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ ജനസംഖ്യയിൽ ഒന്നാമത്തെ രാജ്യമാണ്. ഇപ്പോൾ ചൈനയെ കവച്ചു വെച്ചു. 3 നേരം ഭക്ഷണം കൊടുക്കുന്നതാരാ? അവർ രാഷ്ട്രസേവകന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല. അത് വേണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല. അവരല്ലേ യഥാർത്ഥ രാഷ്ട്രസേവകന്മാർ? അവരെ ഭരിക്കുന്നവരെയൊക്കെ രാഷ്ട്രീയ സേവകന്മാരായി അംഗീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് രാഷ്ട്രസേവകന്മാരാകുന്നത്? കർഷകരല്ലേ. അത് അംഗീകരിച്ചാൽ ബാക്കി പ്രശ്നങ്ങൾ, ബാക്കി ആനുകൂല്യങ്ങളൊക്കെ തനിയെ വന്നോളൂ. രാഷ്ട്രസേവകന്മാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതൊക്കെ അതിൽ തനിച്ച് വന്നോളൂ. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾക്കനുസൃതമായി കാർഷിക മേഖലയിലും മാറ്റങ്ങൾ വേണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി സംഘടിപ്പിച്ച വിത്തും കൈക്കൊട്ടും കാർഷികോത്സവത്തിന്റെ ഭാഗമായി നടന്ന അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർന്ന് കൃഷിയും സംസ്കാരവും എന്ന വിഷയത്തിൽ മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തി. സംസ്ഥാന കൃഷിവകുപ്പ്, CSA ലൈബ്രറി എന്നിവയുമായി സഹകരിച്ച് കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി നടത്തിയ കാർഷികോത്സവത്തിന്റെ ഭാഗമായി പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിരുന്നു. അങ്കമാലി നഗരസഭയിൽ നിന്നും സമീപത്തെ 10 പഞ്ചായത്തുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട 88 മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.